നിങ്ങൾ ഈ വള കണ്ടോ? ഇത് കാണുമ്പോൾ തന്നെ എത്ര സിമ്പിളാണ് അല്ലേ? എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണെന്നാണ് എൻ്റെയും വിചാരം കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ ഈ രൂപത്തിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ അത് എങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാ പല തരത്തിലുള്ള സ്റ്റോണുകളുണ്ട് കേട്ടോ, പല കളറിൽ, പല ഷേപ്പിൽ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ സാധനം നമ്മളുടെ കയ്യിൽ തരും. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഇനി ഞാൻ ചെയ്ത് കൊടുക്കുന്ന വർക്കാട്ടോ അതൊക്കെ. അപ്പോൾ നമുക്കിത് സ്റ്റോൺ ഇടണം. അപ്പോൾ സ്റ്റോൺ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്ത് കയ്യിലിട്ട് നമ്മളെ കയ്യിലോട്ട് തരും. അപ്പോൾ സിംഗിൾ സ്റ്റോൺ വരുന്ന വളയുണ്ട്, ഡബിൾ സ്റ്റോൺ വരുന്നതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സ്റ്റോൺ ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലോക്കായി നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ ഒന്നും കൂടി ആ ടൂൾ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി അമർത്തി കഴിഞ്ഞാൽ നന്നായിട്ട് അവിടെ നിന്നോളും, പിന്നെ അത് പോരില്ല കേട്ടോ. അങ്ങനെ ഇതാ പല തരത്തിലുള്ളതുണ്ട്. ഇതിൻ്റെ സ്ക്വയർ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഓവൽ ഷേപ്പിൽ വരുന്നതാണ്, ഇതിൻ്റെ സ്ക്വയറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബൾക്കായിട്ടാട്ടോ തന്നിട്ടുള്ളത് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 350 ഉണ്ട്. ഇത് കഴിഞ്ഞില്ല, ഇത്രയും കഴിഞ്ഞിട്ട് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് വളച്ച് നന്നായിട്ട് നമ്മളെ പല സൈസിനനുസരിച്ചിട്ട് അത് റിങ്ങാക്കി മാറ്റും കേട്ടോ. അപ്പോൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സിംഗിൾ പീസായിട്ടൊക്കെ അവൈലബിൾ ആട്ടോ.